ഒരാൾ വീഴുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇതിനെ ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കാല് ഫ്രാക്ചറായി കിടക്കുകയായിരുന്നു. ഒപ്പം തന്നെ പേഷ്യൻ്റെ കാർഡിയക് അറസ്റ്റിലാണെന്ന് എനിക്ക് മനസ്സിലായി. പൾസ് റേറ്റും അതുപോലെ റെസ്പിറേഷൻ ഒക്കെ കഴിഞ്ഞായിരുന്നു. CPR സ്റ്റാർട്ട് ചെയ്തു. നമസ്കാരം, വാർത്താ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഡോക്ടറിന്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഒരു ജീവൻ രക്ഷിച്ച ഒരു ഡോക്ടറിന്റെ വിശേഷങ്ങളാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ കുളക്കട പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ അജയ്കുമാർ ഡോക്ടറിന്റെയാണ്. കഴിഞ്ഞ ദിവസം ഡോക്ടർ മണ്ണടി ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞിട്ട് ഏനാത്തേക്ക് വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് കൺമുന്നിൽ കാണുകയും ആ ആക്സിഡന്റിൽ അകപ്പെട്ട രോഗിക്ക് പ്രഥമ ശുശ്രൂഷ നൽകി രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി 24-ാം തീയതി ഉച്ചബലിയായിരുന്നു. അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ വൈഫ് ഹൗസിലേക്ക് പോവുകയായിരുന്നു. ഞാൻ അത്തന്ന് മണ്ണടിയിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് എന്നെ ഓവർടേക്ക് ഒരു ബൈക്ക് പോകുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ അതൊരു ഓട്ടോയിൽ തട്ടി എൻ്റെ മുമ്പിൽ ഒരാൾ വീഴുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇതിനെ ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പേഷ്യൻ്റെ കാല് ഫ്രാക്ചറായി കിടക്കുകയായിരുന്നു. ഒപ്പം തന്നെ പേഷ്യൻ്റെ കാർഡിയക് അറസ്റ്റിലാണെന്ന് എനിക്ക് മനസ്സിലായി. പൾസ് റേറ്റും അതുപോലെ റെസ്പിറേഷൻ ഒക്കെ കഴിഞ്ഞായിരുന്നു. പേഷ്യൻ്റ് അപ്പം തന്നെ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് CPR സ്റ്റാർട്ട് ചെയ്തു. ഒപ്പം തന്നെ 108 ആംബുലൻസ് അറേഞ്ച് ചെയ്യുന്ന സംവിധാനങ്ങൾ ഞാൻ ചെയ്തിരുന്നു. CPR കൊടുത്ത് 2 മിനിറ്റോളം നൽകിയ ശേഷമാണ് പേഷ്യൻറ്റിനെ നമുക്ക് റിവൈവ് ചെയ്യാൻ സാധിച്ചത്. പേഷ്യൻ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ 108 ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യേണ്ടായി. പേഷ്യൻ്റെ കണ്ടീഷൻ ഇപ്പം ബെറ്റർ ആണെന്ന് അറിയുന്നു. CPR എന്ന് പറഞ്ഞാൽ നമ്മളൊരു അടിയന്തര സാഹചര്യത്തിൽ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുമ്പം നമ്മൾ കൊടുക്കേണ്ട പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷയാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് അതിൽ ഒരു പരിചയമുള്ള ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും നമ്മൾ ഈ CPR പരിശീലനം നൽകേണ്ട ആവശ്യകതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ നാഷണൽ സർവീസ് സ്കീമിൽ ചേർന്നുകൊണ്ട് ഞങ്ങൾ കുട്ടികൾക്കായിട്ടുള്ള കൊല്ലം ജില്ലയിലെ കുട്ടികൾക്ക് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ആൻഡ് VHSC സ്റ്റുഡൻസിനായിട്ടുള്ള സേവ് ലൈഫ്സ് ഒരു വിദ്യാർത്ഥി ഒരു ജീവൻ എന്നുള്ളൊരു പദ്ധതി ഞങ്ങൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മുഖേന സ്കൂൾ തലത്തിൽ ഈ ഞാൻ പറഞ്ഞ വിഭാഗങ്ങളിലെല്ലാം പെടുന്ന കുട്ടികൾക്ക് നമുക്ക് CPR ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൂടാതെ നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവർക്കും ഈ പരിശീലനം ലഭിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നില അദ്ദേഹത്തിന് വാർഡിലേക്ക് മാറ്റി അറിയുന്നു. സർജറിയുടെ ചെയ്യേണ്ടതായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. പേഷ്യന്റ് ക്രിട്ടിക്കൽ കണ്ടീഷൻ തരണം ചെയ്തിട്ടുണ്ടെന്നാണ്. ഒരു ഓട്ടോയിൽ 2-3 പേര് വീണത് നിങ്ങൾ വിഷ്വലി കണ്ടിട്ടുണ്ടാവും. അവര് വലിയ സീരിയസ് ഇഞ്ചുറീസ് അല്ലായിരുന്നു എന്നാണ് അറിഞ്ഞത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഏനാത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തില് മണ്ണടി സ്വദേശിയായിട്ടുള്ള ഒരു ചേട്ടനെ നമ്മുടെ പോറ്റൂർ CHCയിലെ ഡോക്ടർ അജയ്കുമാർ CPR നൽകി വളരെ കരുതലോടുകൂടി ജീവിതത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആ ഡോക്ടർക്ക് ഒത്തിരി അഭിനന്ദനം. എന്ന് വെച്ചാൽ എന്റെയും എൻ്റെ പഞ്ചായത്തിന്റെയും ഈ നാട്ടുകാരുടെയും പേരിട്ടുള്ള അഭിനന്ദനം ഞാൻ സാറിന് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ വളരെ മാതൃകാപരമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. എന്ന് വെച്ചാൽ ഒരു രോഗി സാറിന്റെ ഇരിക്കലോട്ട് വരുമ്പോൾ തന്നെ വളരെ സൗമ്യനായിട്ട് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടേ സാറിനെ ഞാൻ പോലും കണ്ടിട്ടുള്ളൂ. അത്രയും നല്ലൊരു മാതൃകാപരമായ വ്യക്തിയാണ് സാറ്. ഇനിയും ഞങ്ങളുടെ CHCയിൽ സാറിന്റെ സേവനം വളരെ വളരെ കാലം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സന്തോഷ് കുമാർ. ഞാൻ വെണ്ടാർ ശ്രീ വിദ്യാധിരാജ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസിൻ്റെ പ്രോഗ്രാം ഓഫീസറാണ്. ഞാനിവിടെ പ്രഷ്യസ് ഡ്രോപ്സ് എന്ന സംഘടനയുടെ ഭാഗമായിട്ട് കുളക്കട ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ എല്ലാ ദിവസവും ഉച്ചഭക്ഷണം വെക്കുന്നുണ്ട്. ഇന്നിവിടെ ഭക്ഷണപ്പൊതികൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹോസ്പിറ്റലിൽ എത്തിയത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ എല്ലാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ ഈ ആശുപത്രിയുടെ പ്രിയങ്കരനായ ഡോക്ടർ അജയ്കുമാർ സാറ് കഴിഞ്ഞ ഉച്ചബലി ദിവസം തിരിച്ചു വരുമ്പോൾ ഏനാത്ത് വെച്ചൊരു ആക്സിഡൻറ്റിൽ പെട്ടുകിടക്കുന്ന ഒരു രോഗിയെ CPR നൽകി രക്ഷിച്ച ഒരു സംഭവം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അദ്ദേഹത്തെ ഒന്ന് അനുമോദിക്കുന്ന ചടങ്ങുകളാണ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിലൊന്ന് പങ്കുചേരുവാനൊക്കെയുള്ള ഒരു അവസരം കൂടി എനിക്ക് ലഭിച്ചു. അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒത്തിരിയേറെ പങ്കാളികളാകുവാൻ ഞങ്ങളുടെ സ്കൂളിനും
അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും തന്നെ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു ഡോക്ടറാണ് അദ്ദേഹം. എപ്പോഴും പുഞ്ചിരിയോട് കൂടി തന്നെ രോഗികളെ പരിപാലിക്കുകയും എന്ത് പ്രശ്നങ്ങളും ആർക്കും എപ്പോൾ വേണമെങ്കിലും ഒരു മെഡിക്കൽ ഓഫീസർ എന്നുള്ളതിനുപരി എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ പറയുവാനും ഒക്കെ കൂടെ നിൽക്കുന്ന നല്ലൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊള്ളുന്നു. ഒരു ഡോക്ടറിന്റെ കടമ എന്നതിലുപരി സഹജീവികളോടുള്ള സ്നേഹം, പരിലാളനം ഒക്കെയാണ് നമുക്ക് ഓരോരുത്തരുടെ വാക്കിൽ നിന്നും ഈ ഡോക്ടറിനെ മനസ്സിലാക്കുന്നത്. ഇതുപോലെ മനുഷ്യത്വമുള്ള, കാരുണ്യമുള്ള, സ്നേഹമുള്ള ഡോക്ടർമാർ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഉണ്ടാകട്ടെ. ഈ ഡോക്ടർ അജയ്കുമാർ ഡോക്ടറിന് എല്ലാവിധമായ ഭാവുകങ്ങളും നേരുകയാണ്. വാർത്താ മലയാളത്തിന് വേണ്ടി അജീഷ് കൃഷ്ണൻ.